വിനോദേട്ടൻ ഈ അമൃത TV അല്ലെങ്കിൽ അമൃത സ്റ്റുഡിയോയിലേക്ക് വന്നപ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അല്ലേ? എന്തൊക്കെയാണ് അത് പ്രേക്ഷകർക്ക് ഒന്ന് പറയാം? അത് ഞാനെന്ന കലാകാരൻ കോഴിക്കോട് മാത്രം ഒതുങ്ങി നിന്നൊരു കലാകാരനായിരുന്നു. 2008-ലെ 2009-ലെയും 2 റിയാലിറ്റി ഷോ, ഒന്ന് സൂപ്പർ ടാലന്റ്, ഒന്ന് സൂപ്പർ ഡ്യൂപ്പ് 2. ഈ 2 റിയാലിറ്റി ഷോ ആണ് എന്നെ കേരളക്കരയാകെ അറിയപ്പെടുന്ന ഒരു കലാകാരനാക്കി മാറ്റിയത്. അന്നാണ് ഈ ജാലിയൻ കണാരനും കാലനും ബാർബർ ഷാപ്പും ഇതെല്ലാം പിറവിയെടുക്കുന്നത് അമൃത TV-യിൽ നിന്നാണ്. ഓ, അത് ശരി. അപ്പോൾ ആ 2 ഷോയിലെ സൂപ്പർ ടാലന്റിൽ ഞാൻ ഒറ്റയ്ക്കുള്ള കളിയായിരുന്നു, ഒറ്റയ്ക്കുള്ള ഒരു വൺ മാൻ ഷോ പോലെ. അപ്പോൾ അതിൽ ഞാൻ കുറേ വൺ മാൻ ഷോ ചെയ്തു. പിന്നെ ആ വൺ മാൻ ഷോക്ക് ഒരുപാട് വേദികളിൽ ഞാൻ പിന്നീട് ചെയ്യാൻ തുടങ്ങി. ഇന്നും ആളുകൾ എടുത്തു പറയുന്ന ചില ഒരു തുമ്പിയെ പിടിക്കുന്നതിൻ്റെ ഒരു ഐറ്റം ഒക്കെ ഉണ്ട്, ചെറിയ കുട്ടിയായിട്ട് തുമ്പിയെ പിടിക്കുന്ന ബാല്യം. ഇന്നും ചില ആളുകൾ എടുത്ത് പറയുമല്ലോ. അതെ അതെ. അപ്പം അത്രയും കടപ്പാടുണ്ട് എനിക്ക് അമ്മയോടും അമൃതയോടും. ഈ റിയാലിറ്റി ഷോന്റെ കാര്യം പറഞ്ഞപ്പോൾ ചേച്ചിയും ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വന്നത്. വെറുതെ അല്ല ഭാര്യ. സോ അതും ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല ആ ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് ഒരു നടി അല്ലെങ്കിൽ ഒരു അഭിനയത്തിന് പിറവിയെടുക്കുന്നത്. കാരണം അതൊരു ഫാമിലി ഷോ ആയിട്ട് അങ്ങനെ വിട്ടു. സോ ചേച്ചി എപ്പോഴെങ്കിലും മനസ്സിൽ വിചാരിച്ചിരുന്നോ ഇങ്ങനെ ഒരു സംഭവം? ഒട്ടും വിചാരിച്ചിട്ടില്ല. അങ്ങനൊരു റിയാലിറ്റി ഷോ കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് അങ്ങനൊരു ക്ഷണം വരുന്നത്. നമ്മള് സ്വപ്നത്തിൽ അതൊക്കെ വിദൂരതയിലുള്ള എന്തോ ഒന്നായിരുന്നു. അങ്ങനെ ആ റിയാലിറ്റി ഷോ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്കിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനകത്ത് ചെയ്തിരുന്നു. ഞാൻ എപ്പോഴും മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടർ വരുമ്പോൾ ആൾക്കാരെല്ലാവരും പറയുകയും ചെയ്യും ഭയങ്കര നാച്ചുറൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. മഞ്ജു പിന്നീട് ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം അതുപോലെ ജെനുവൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അതെ, ഇപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു നാച്ചുറൽ ആക്ട്രസ് ആണ് മഞ്ജു പത്രോസ്. നാച്ചുറൽ ബ്യൂട്ടി, നാച്ചുറൽ ആക്ട്രസ്. മോളെ അറിയോ ഞങ്ങളുടെ സ്റ്റുഡിയോ പൊളിക്കരുത്. ഓക്കെ, പിന്നെ തങ്കം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചേച്ചിക്ക് എന്തോ പറയാനുണ്ട്, അതിനെ കുറിച്ച് പറയൂ. എനിക്ക് തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തിൽ ഞാൻ വരുന്നത് അമൃത TV-ക്ക് വേണ്ടിയിട്ടാണ്. അതും അമൃത TV. അമൃത TV-യിലാണ് തങ്കം ജന്മം എടുക്കുന്നത്. അത് ശരി. തങ്കം എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അക്ഷരാർത്ഥത്തില് ഒരു ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ബാഗും ഒരു പ്ലാസ്റ്റിക് കവറിൽ മേക്കപ്പിന്റെ എന്തൊക്കെയോ കിടുതാമണികളൊക്കെ ഇട്ടിട്ടുണ്ടാണ്. അത്രയൊക്കെ ഉള്ളു എൻ്റെ കയ്യില്. അങ്ങനെ വന്നതാണ് ഒരു 2016 ലാസ്റ്റ്. 500ഓളം എപ്പിസോഡ് അമൃത TV-യിൽ അളിയൻ വേഴ്സസ് അളിയൻ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ. തീർച്ചയായിട്ടും വെറുതെ അല്ല ഭാര്യയ്ക്ക് ശേഷമാണ് ഞാൻ മാറിയത്. പക്ഷേ ആക്ട്രസ് എന്ന നിലയിൽ ജീവിതത്തിനെ കുറച്ചും കൂടിയൊക്കെ സീരിയസ് ആയിട്ടൊക്കെ കാണാൻ പഠിച്ചത് ഒക്കെ വന്നത് അമൃത TV-യിലെ അതില് വന്ന എല്ലാവർക്കും ജീവിതത്തിൽ നന്മകളെ ഉണ്ടായിട്ടുള്ളൂ. ഭയങ്കര ചിലപ്പോ അമ്മയുടെ ഒക്കെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും എല്ലാവരും. ശരി, അതായത് വിനോദേട്ടന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. പിന്നെ ഒരുപാട് സോഷ്യൽ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന, അങ്ങനെ കോഴിക്കോടിന് മാത്രമല്ല എല്ലാവർക്കും ഒരേപോലെ പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ്. ഈ മോട്ടിവേഷണൽ സ്പീക്കർ എന്നൊക്കെ പറയുമ്പോൾ അത് സ്വന്തമായിട്ട് തെരഞ്ഞെടുത്ത ജോലി പോലെയാണോ അതെയോ? അല്ല, അത് എനിക്കതിൽ വലിയ താല്പര്യമായിരുന്നു. അപ്പൊ അതിലേക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് നമ്മുടെ കുഞ്ഞിനി മാഷാണ്. അപ്പൊ കുഞ്ഞിനി മാഷാണ് എന്നോട് പറഞ്ഞത്, നീ ഒരു ട്രെയിനർ ആവണം, ട്രെയിനർ ആയാലും നിന്നെ, എനിക്കൊരു അധ്യാപകനാവാനായിരുന്നു ആഗ്രഹം. അപ്പോൾ അത് ഞാൻ കുഞ്ഞിനി മാഷിനോട് പറഞ്ഞപ്പോൾ കുഞ്ഞിനി മാഷ് പറഞ്ഞു, നീ അധ്യാപകനാവണ്ട, നീ ഒരു ട്രെയിനറാവുക, പരിശീലകനായ നിനക്ക് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലേക്കും കയറി ചെല്ലാൻ പറ്റും. അങ്ങനെ ഞാൻ പരിശീലകനാവാനുള്ള ശ്രമങ്ങൾ നടത്തി. അതിൻ്റെ ചില ക്യാമ്പുകളിലൊക്കെ ഡൽഹിയിൽ വരെ പോയിട്ടൊരു ക്യാമ്പിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ പരിശീലകന് 7 വർഷം ഞാൻ സജീവമായിട്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകളിൽ കുട്ടികൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, നാടൻപാട്ട്, അഭിനയം, ഇതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത് നടത്തും. അത്രയും അറിവിന്റെ ഒരു നിറകൂടം. പിന്നെ എന്നിട്ട് വല്ല അഹങ്കാരം ഉണ്ടോ? പക്ഷെ സീരിയസ്ലി വിനോദിനോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി തോന്നും. ഒരിക്കലും വിനോദുണ്ടാകും. ഇത് സീരിയസ് ആയിട്ട് പറയണം, ഡള്ളായിട്ടിരിക്കണം ഞാൻ കണ്ടിട്ടേ ഇല്ല. വിനോദം എപ്പോഴും വിനോദം ചിരിക്കുമ്പോൾ കണ്ണൊക്കെ അങ്ങ് കുഞ്ഞായിട്ട് കണ്ണും കൂടെ ചിരിക്കും. എപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുള്ളൂ വിനോദം. ചുണ്ടിൽ പുഞ്ചിരിയും മനസ്സിൽ സ്നേഹവും കൈകളിൽ സേവനവും, പ്ലസ് കണ്ണിലും പുഞ്ചിരിയുണ്ട്. അതെ, നിങ്ങളുടെ കണ്ണിലും പുഞ്ചിരി. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു, അയ്യാ കണ്ണാടി പുഴയിലെ വിരിയണ കുളിരല പോലെ. ഒന്ന് പാടേ. ഇല്ല, ചുമ്മാ നിങ്ങൾ ഡുവറ്റ്, അതായത് ഒരു ഭാവാഭിനയ ഡുവറ്റ്. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു, അയ്യാ കണ്ണാടി പുഴയിലെ വിരിയണ കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ, അയ്യാ കണ്ണാടി പുഴയിലെ വിരിയണ കുളിരല പോലെ.
ഓക്കെ, അപ്പോൾ വിനോദേട്ടൻ പറഞ്ഞു വിനോദേട്ടൻ ഒരു അധ്യാപകനാവാൻ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. മഞ്ജു ചേച്ചിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇത് അനാവശ്യമല്ലോ. നമ്മുടെ കുഞ്ഞുകാലത്ത് നമ്മൾ എന്തെങ്കിലും ഓർക്കുമല്ലോ, IAS ആവണം എന്നായിരുന്നോ, ഡോക്ടർ ആവണം എന്നായിരുന്നോ, പൈലറ്റ് ആവണം എന്നായിരുന്നോ? സത്യസന്ധമായിട്ട് പറയട്ടെ, എന്നെ പോലെ ആൾക്കാരുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് എങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് പെട്ടെന്ന് 10ാം ക്ലാസ് കഴിയുക, ഒരാളെ കല്യാണം കഴിക്കുക, സുഖമായിട്ട്, അങ്ങനെ ആഗ്രഹം. കല്യാണം കഴിക്കും എന്നുള്ളത് എന്തായാലും അറിയായിരുന്നു, അതുകൊണ്ട് അതും ആഗ്രഹിച്ചില്ല. നമുക്കറിയാം. അങ്ങനെയുള്ള അംബീഷ്യസ് ഒന്നും ആയിരുന്നില്ല ഞാൻ. അത്യാവശ്യം പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോ BEd പോയി. പോയി. അത് പറയാതിരുന്നതാണ് ഞാൻ. എന്തിനാണ് എന്നെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നത്? ശരി, ഓ അത് ശരി, അതൊക്കെ ചെയ്തു. BEd കഴിഞ്ഞു, സ്കൂൾ പഠിപ്പിക്കാനൊക്കെ പോയി കുറച്ച് നാള്. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അത്രയും ക്വാളിറ്റി ഉള്ളൊരു ടീച്ചറല്ല. അപ്പം ഞാൻ ഒരു ബുക്കിലുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ എന്നെ പോലൊരാളുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി ആഴത്തിലുള്ള അറിവൊക്കെ വേണം കുട്ടികളുടെ മുമ്പിൽ പോയി നിൽക്കാനായിട്ട്. സ്വയം തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് വേണ്ട, എന്തിനാണ് ഒരു തലമുറനെ ഞാനായിട്ട് ചീത്തയാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് മാറി നിന്നാണ്. അതിനൊക്കെ ഒരുപാട്, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പഠിപ്പിക്കാനൊന്നും പോയില്ല. അതിനും കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയും ചെയ്യുന്നതും. പിന്നെ ഇങ്ങോട്ടുള്ള ജീവിതം നമ്മളിങ്ങനെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സത്യൻ അന്തിക്കാട് സാർ, അദ്ദേഹമായിട്ടുള്ളൊരു സൗഹൃദം അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ തമ്മിലുള്ളൊരു ബന്ധം എങ്ങനെയാണ്? ഞാൻ പിന്നെ ഇങ്ങനെ കലാകാരനായിരിക്കും, സിനിമയിൽ അഭിനയിക്കാൻ മോഹമൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഡയറക്ടർമാരൊക്കെ പോയി കാണണം. പക്ഷേ എനിക്ക് പോയി കണ്ട് അവസരം ചോദിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഞാൻ പല സ്റ്റേജ് ഷോയും ചെയ്ത് കഴിയുമ്പം എന്നെ സ്നേഹിക്കുന്ന ചില ആളുകൾ വന്നു, വിനോദ് സത്യൻ അന്തിക്കാടിനൊന്ന് പോയി കാണും, അദ്ദേഹത്തിൻ്റെ സിനിമയിലൊക്കെ വിനോദം. ഞാൻ അങ്ങനെ ചെയ്യുന്ന എല്ലാ നാടൻ കഥാപാത്രങ്ങളാണ്. അപ്പം അങ്ങനെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യയും പറയാൻ തുടങ്ങി, ഏട്ടനൊന്ന് സത്യൻ അന്തിക്കാടിനെ പോയി കാണും സാർ. അങ്ങനെ 3 തവണ ഞാൻ കോഴിക്കോട് നിന്ന് ബസ് കയറി തൃശ്ശൂർ വന്ന് ഓട്ടോറിക്ഷ കയറി അന്തിക്കാട് ചെന്നു. ചെല്ലുമ്പം സാറിൻ്റെ വൈഫ് പറയും, ഇവിടെ ഇല്ലല്ലോ, എന്നവരെന്നറിയില്ല ഏട്ടാ എന്ന് പറയും. അപ്പം ഞാൻ തിരിച്ചു വരും. അങ്ങനെ 3 തവണ പോയി. 3 തവണ ഒരു തവണ പോയപ്പോൾ ഞാൻ എൻ്റെ ഒരു CD-യും എൻ്റെ ഒരു പെർഫോമൻസിൻ്റെ സാധനം കൊടുത്തു. സാറ് വന്നൊന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിലൊന്നും കാര്യം ഉണ്ടായില്ല. പിന്നെ ഞാൻ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നപ്പം ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ഇങ്ങോട്ടൊരു കോൾ വരണം. അപ്പോൾ സാർ എന്നെ വിളിക്കുന്നത് ആ സമയത്താണ് അമൃത TV-യിൽ ഈ റിയാലിറ്റി ഷോ കഴിഞ്ഞ് നമ്മുടെ ഈ ജാലിയൻ കണാരൻ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. ഈ ജാലിയൻ കണാരൻ സ്കിറ്റ് കണ്ടിട്ടാണ് സത്യൻ അന്തിക്കാട് സാർ എന്നെ വിളിക്കുന്നത്. അത് എനിക്ക് വിനോദൻ ഉടനെ കാണണം, ഒന്ന് തൃശ്ശൂർ വരണം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം ബസ് കയറി തൃശ്ശൂരെത്തി. സാറിൻ്റെ ഇവിടെ കാറിൽ പോകണു. സാറിൻ്റെ വീട്ടിലിരുന്ന് ഞങ്ങൾ സംസാരിപ്പോൾ സാറ് പറഞ്ഞു, വിനോദിൻ്റെ ജാലിയൻ കണാരൻ കണ്ടിട്ട് വിളിപ്പിച്ചാണ് ഞാൻ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു ക്ലാസിക് കോമഡി കണ്ടിട്ടില്ല, വിനോദിൻ്റെ അടുത്ത സിനിമയ്ക്ക് കഥ എഴുതണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ സാറേ, ഞാൻ ഇങ്ങനെ ചെറിയ സ്കിറ്റുകളൊക്കെ എഴുതാന്നല്ലാതെ സിനിമാ കഥയൊന്നും എൻ്റെ മനസ്സിലല്ല. വിനോദിന് പറ്റും, വിനോദിന് സെൻസ് ഉണ്ട്, വിനോദ് ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രമിക്കാം, പക്ഷേ ഇപ്പം എനിക്ക് അഭിനയിക്കാനാണ് ഇഷ്ടം. സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാന്നുള്ള എനിക്ക് വലിയ ഞാനിവിടെ 2-3 തവണ വന്നിട്ടുണ്ട്. സാറിൻ്റെ വൈഫിനെ തന്നെ നന്നായിട്ട് അറിയാം, സാറിനെ അറിയാത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം അപ്പോൾ സാറ് പറഞ്ഞു, ശരി, എൻ്റെ അടുത്ത സിനിമയിൽ വിനോദുണ്ട്, നല്ലൊരു വേഷമുണ്ട് നമുക്ക്. അങ്ങനെയാണ് പുതിയ തീരങ്ങൾ എന്ന സിനിമയിൽ വിക്കൻ ചന്ദ്രൻ എന്നുള്ളൊരു കഥാപാത്രം എനിക്ക് കിട്ടിയത്. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ അടുത്ത 2 ഗാനങ്ങൾ ഇല്ലേ? സോ ആ പാട്ടിനെ കുറിച്ചിട്ട് നമുക്ക് വേണ്ടി ആ പാട്ട് പാടണം. 4 വരി പാടാം. 4 വരി മതി. ചെണ്ട കൊട്ടനടി ചങ്കില് ചെങ്കല കൊട്ടനടി പട്ടുടുത്ത് പൂവ് ചൂടി ചാരവരിനടി പെണ്ണിന്റെ കണ്ണിലിന്ന് ചന്തത്തിൽ നക്ഷത്രം പൂക്കണല്ല പിഴിയില് ചന്ദ്രന മോറില് അന്തിച്ചുവപ്പ് വന്നേ ചെണ്ട കൊട്ടനടി ചങ്കില് ചെങ്കല കൊട്ടനടി പട്ടുടുത്ത് പൂവ് ചൂടി ചാരവരിനടി പെണ്ണിന്റെ കണ്ണിലിന്ന് ചന്തത്തിൽ നക്ഷത്രം പൂക്കണല്ല ചൊടിയില് ചന്ദ്രന മോറില് അന്തിച്ചുവപ്പ് വന്നേ. ഇതാണ് ആ പാട്ട്.